ഹലോ, നമുക്കിന്നൊരു ഈസി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനായിട്ട് വേണ്ടത് ക്യാപ്സിക്കം, വെളുത്തുള്ളി, പിന്നെ ചിക്കൻ കുറച്ച് മാരിനേറ്റ് ചെയ്തതും ഉപ്പും മുളക് പൊടി മാത്രം ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുക കുറച്ച് സമയം. എന്നിട്ട് നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കാം. ഒരുപാട് എണ്ണയൊന്നും ഒഴിച്ച് ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഷാലോ ഫ്രൈ മതി. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. നല്ല പരന്ന പാന് തന്നെ എടുക്കാൻ നോക്കുക. എന്നാലേ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല വിട്ട് വരുള്ളൂ അരിയൊക്കെ, അല്ലെങ്കിൽ എല്ലാം കൂടെ കട്ട കുത്തിയ പോലെ ആവും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് ഇതൊന്ന് മാറ്റി വയ്ക്കാം നമുക്ക്. ഇതിപ്പോൾ ബോൺലെസ്സോ അല്ലെങ്കിൽ ബോണോട് കൂടിയൊക്കെ എടുക്കാം. ഞാനിപ്പോൾ ബോണോട് കൂടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ ബ്രസ്റ്റ് മാത്രമായിട്ടും എടുക്കാം. അപ്പോൾ ഇത് ആയിട്ടുണ്ട്. ഇനി അത് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതേ എണ്ണയിൽ തന്നെ നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു 6 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. നല്ലൊരു മൂത്ത മണം വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് ചിക്കി പൊരിച്ചെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 or 4 ഒക്കെ എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 2 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് നമുക്കൊന്നതൊന്ന് ചിക്കിയെടുക്കാം. കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് എടുക്കണം എന്നില്ല, കുറച്ച് വലിയ പീസായിട്ട് തന്നെ നമുക്ക് ചിക്കിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ഭാഗം ക്യാപ്സിക്കം മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒരുപാടൊന്നും വഴറ്റണ്ട. നന്നായി വഴറ്റിയതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ആവശ്യമുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി ഒരു 1.25 ടീസ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ്. അത് ഒരു ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. കുറച്ച് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. പിന്നെ നമുക്ക് ആവശ്യം ചിക്കൻ മസാല, അത് ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/4ഓളം ഇട്ട് കൊടുക്കാം. അത് ജസ്റ്റ് ഒരു ടേസ്റ്റ് മേക്കർ പോലത്തെ, അതിന് വേണ്ടി ഞാൻ ആഡ് ചെയ്തതാണ്. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇനി ബോയിൽഡ് റൈസാണ് ആഡ് ചെയ്യാവുന്നത്. ഞാനിപ്പോൾ ബാസ്മതി റൈസാണ് നേരത്തെ തന്നെ തലേ ദിവസം തന്നെ വേവിച്ച് വെച്ചിരിക്കണം. 1.25 ഗ്ലാസ്സോളം എടുത്തിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് വേവിച്ച് ഉപ്പൊക്കെ ഇട്ട് വേവിച്ചെടുത്തതാണ് തലേ ദിവസം. അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം ഇത് ഉണ്ടാക്കുമ്പോൾ മാത്രം എടുത്താൽ നല്ല പൊരുന്ന് വരും. അപ്പോൾ ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കണം ഈ സമയത്ത്. പിന്നെ നമുക്ക് ലാസ്റ്റായിട്ട് സോസ് ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ സോയാ സോസാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കണം എന്നില്ല. സോയാ സോസും അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഗ്രീൻ ചില്ലി സോസ് ഉണ്ടെങ്കിൽ ഒഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒഴിക്കുന്നത് റെഡ് ചില്ലി സോസാണ്. അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ്. സാധാരണ കുട്ടികൾക്കൊക്കെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുക്കാവുന്നതാണ്. ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട. വീട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡിയായി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, സപ്പോർട്ട് ചെയ്യുക.